അപ്പൊ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ട്രാൻസാക്ഷൻസ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട കൺസെപ്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. അതൊരു 7 കൺസെപ്റ്റുകളാണ് പറയുന്നത്. അപ്പോൾ റിപ്പോർട്ട് മീൻസ് എന്താണ്, ഫിനാൻഷ്യൽ അക്കൗണ്ട്, ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കേട്ടോ. ആ സമയത്ത് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, ദ ഫോളോയിങ് കൺസെപ്റ്റ് ഹാവ് ടു ബി കെപ്റ്റ് ഇൻ മൈൻഡ് വൈൽ പ്രിപ്പയറിംഗ് ദി ഫൈനൽ അക്കൗണ്ട്. ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് താഴെ പറയുന്ന ആ 7 കൺസെപ്റ്റ് നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഒന്ന്, എന്താണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. 2, അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്. മൂന്നാമത്തേത് മാച്ചിങ് കൺസെപ്റ്റ്. 4, കൺസർവേറ്റിസം കൺസെപ്റ്റ്. ദെൻ കൺസിസ്റ്റൻസി കൺസെപ്റ്റ്. പിന്നെന്താണ് ഫുൾ ഡിസ്ക്ലോസർ കൺസെപ്റ്റ്, മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ്. ഇങ്ങനെ. അപ്പോൾ ഇതിൽ ആദ്യത്തെ നോക്കാം, ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. ഇതൊക്കെ നമുക്ക് വളരെയധികം കേട്ട് പരിചയമുള്ള ടേംസ് ആണ്. ഗോയിങ് കൺസേൺ എന്ന് പറയുന്ന വാക്ക് തന്നെയാണ്. എന്താണ്, ഒരു ബിസിനസ് എന്ന് പറയുന്നത് നാളെ പൊട്ടിപ്പോവുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തുടങ്ങുന്ന കാര്യമാണോ? അല്ല. അതൊരു കണ്ടിന്യൂറ്റി ഉള്ള, ഈവൻ മനുഷ്യന് അത്ര കണ്ടിന്യൂറ്റി ഇല്ല. മനുഷ്യൻ ചിലപ്പോൾ എന്താണ് നമ്മളെ മരിക്കാം. പക്ഷെ ബിസിനസ്സിന് അങ്ങനെ, ബിസിനസ് ആൾ മരിച്ചാൽ പോലും എന്താണ്, ബിസിനസ് തുറന്നു പോകും എന്ന രീതിയിലാണ് ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്. നമ്മുടെ പ്ലാനുകളൊക്കെ അങ്ങനെയല്ലേ, ലോങ് ടേം പ്ലാനുകളല്ലേ ഓരോ ബിസിനസ് തുടങ്ങുന്ന സമയത്ത്. ഓക്കെ, അപ്പം ഒരു ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് ബിസിനസ് എന്തല്ല, അതിന് ഒരു എൻഡ് ഉണ്ട്. നമുക്ക് കാണാത്ത ദൂരത്തെ അത്രയും കാലം അത് നിലനിൽക്കും എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിന്റെ ഓരോ ട്രാൻസാക്ഷൻസ്, ഓരോ കാര്യങ്ങളും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, നോക്കൂ. The going concern concept assume that a business will continue its operation into the foreseeable future and not liquidate or significantly curtail its activities. This principle underlies the valuation and reporting of asset liabilities, as it assumes the business will utilize its asset and meet its obligation as a part of its ongoing operations to ensure that financial statement reflect the business capacity to operate, plan and grow. അതായത് ഒരു ബിസിനസ് അതിന്റെ ഫോർസീബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചർ, അതായത് നമുക്ക് കാണാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് നിലനിൽക്കും, അതായത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറത്തെ കാലത്തേക്ക് ആ ബിസിനസ് നിലനിൽക്കും എന്നുള്ള രീതിയിലാണ് നമ്മൾ ബിസിനസ്സിലെ ഓരോ ട്രാൻസാക്ഷനും നമ്മൾ എൻറ്റർ ചെയ്യുന്നത്. ഇപ്പൊ നമ്മളൊരു അസറ്റ് എഴുതുന്ന സമയത്ത്, ഒരു ഒബ്ലിഗേഷൻ എഴുതുന്ന സമയത്തൊക്കെ എന്താണ് അതിന്റെ ഓൺ ഗോയിങ്, അതിന് തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ അസറ്റ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യും, ആ ലയബിലിറ്റി നമ്മൾ എന്താണ് കൊടുത്തു തീർക്കും എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ഇതൊക്കെ എഴുതി വെക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിലാണ് നമ്മൾ ബിസിനസ്സിലെ ട്രാൻസാക്ഷൻസ് നമ്മൾ ഡീൽ ചെയ്യേണ്ടത് എന്നതാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റിൽ പറയുന്നത്. ബിസിനസ് തുടർന്ന് കൊണ്ടിരിക്കുന്ന ഒരു തുടർച്ചയാണ് എന്നാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റിൽ പറയുന്നത്. നോക്കൂ, ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, എ കമ്പനി റെക്കോർഡ് ദി പർച്ചേസ് ഓഫ് ബിൽഡിംഗ് ആസ് എൻ അസറ്റ് റാദർ ദാൻ എൻ എക്സ്പെൻസ്, അസ്യൂമിങ് ഇറ്റ് വിൽ യൂസ് ദ ബിൽഡിംഗ് ഫോർ മെനി ഇയർ ഓഫ് ടു കം. അപ്പൊ നമുക്ക് എന്താണ്, ഒരു ബിൽഡിംഗ് വാങ്ങുന്ന സമയത്ത്, ഒരു ബിൽഡിംഗ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എന്താണ്, ബിസിനസിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് പോവുകയാണ്. പക്ഷെ ബിസിനസിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് പോയത് കൊണ്ട് നമ്മൾ അതിനെ ആ ഒരു പെർട്ടിക്കുലർ അക്കൗണ്ടിങ് പീരീഡിൽ നമ്മൾ അതിന് എന്തായിട്ടല്ല കാണുന്നത്, അതിനൊരു എക്സ്പെൻസ് ആയിട്ടല്ല കാണുന്നത്. എന്താണ്, അതിനൊരു അസറ്റ് ആയിട്ടാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് അതിനൊരു അസറ്റ് ആയിട്ട് കാണുന്നത്? അതിന് വരും വർഷങ്ങളിൽ ആ അസറ്റിൽ നിന്നും എന്ത് എന്തുണ്ടാകും, നമുക്ക് ഒരു ഗുണമായിട്ടുള്ള ഒരു എന്താണ് ബെനിഫിറ്റ് ഉണ്ടാവും, ഫ്യൂച്ചർ ബെനിഫിറ്റ് ആ അസറ്റിൽ നിന്ന് നമുക്ക് ഉണ്ടാകും എന്നുള്ള ഒരു ഒരു പ്രതീക്ഷയിലാണ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് സാലറി കൊടുക്കുന്ന സമയത്ത് എന്താണ്, അതിനെ നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ എക്സ്പെൻസ് ആയിട്ടാണ് കാണിക്കാം. സാലറി കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷാ പോകുന്നത് അല്ലെ, അസറ്റ് വാങ്ങുന്ന സമയത്തും ബിസിനസിന്റെ കയ്യിൽ നിന്ന് ക്യാഷാ പോകുന്നത്. പക്ഷെ ഒന്നിനെ നമ്മൾ എക്സ്പെൻസ് ആയിട്ടും മറ്റൊന്നിനെ അസറ്റ് ആയിട്ടും ട്രീറ്റ് ചെയ്യുന്നു. എന്താ കാരണം? എക്സ്പെൻസിന്റെ കേസിൽ ആ ഒരു പേയ്മെന്റ് നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ എഫക്ട് ആ ഒരു പെർട്ടിക്കുലർ പീരീഡിലേക്കേ ഉള്ളൂ, അത് ഫ്യൂച്ചറിലേക്ക് ഇല്ല. എന്നാൽ അസറ്റിന്റെ കേസിൽ എന്താണ്, അതിന്റെ എഫക്ട് നമുക്ക് ഫ്യൂച്ചറിൽ കിട്ടും, ഫ്യൂച്ചർ ബെനിഫിറ്റ് ഉണ്ട്. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യുന്നതിനുള്ള കാരണം എന്താണ്? അത് നാളെയും തുടരും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അതിന് അസറ്റ് ആയിട്ട്, നാളെ തുടരാത്തൊരു കാര്യം അതിനെ നമുക്ക് ഇപ്പൊ തന്നെ എന്താക്കി എഴുതാം, എക്സ്പെൻസ് ആയിട്ട് എഴുതാം. അപ്പൊ നാളെയും ആ ബിസിനസ് തുടരും എന്നുള്ളത് കൊണ്ടാണ് അതിനെ എന്തായിട്ട് കണക്കാക്കുന്നത്, അതിനെ എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കുന്നതിന് പകരം നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നത്, അസറ്റ് ആയിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത കൺസെപ്റ്റ് ആണ് അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്. ഓക്കെ, നമ്മൾ പറഞ്ഞു ബിസിനസ് പറഞ്ഞാൽ എന്താണ്, അൺഫോർസീബിൾ ആയിട്ടുള്ള നമുക്ക് കാണാൻ പറ്റാത്ത അത്രയും കാലഘട്ടത്തിൽ ഒരുപാട് കാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒന്നാണ് ബിസിനസ് പറയുന്നത്. അപ്പോൾ ആ ഒരു അത്രയും കാലം കഴിഞ്ഞിട്ട് ബിസിനസിന്റെ സക്സസ് നോക്കിയാൽ മതിയോ? പോരാ. ഓരോ പെർട്ടിക്കുലർ പീരീഡിൽ നമുക്ക് ആ ഒരു ബിസിനസ് ലാഭം ഉണ്ടാക്കുന്നുണ്ട്, നഷ്ടം ഉണ്ടാക്കുന്നുണ്ടോ എന്ന് അറിയണം. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഒരു അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഒരു 12 മന്ത് ഉള്ള ഒരു ഓപ്പണിംഗ് ഡേറ്റ് മുതൽ ഒരു ക്ലോസിംഗ് ഡേറ്റ് ഉള്ള ആ ഒരു പെർട്ടിക്കുലർ പീരീഡിനകത്ത് ആ ബിസിനസിന്റെ റിസൾട്ട് എന്താണ്, ആ കാലഘട്ടത്തിനകത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു, നഷ്ടം ഉണ്ടാക്കുന്നുണ്ട്, അവരുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എങ്ങനെയാണ്, ഇത് റെഗുലർ ഇന്റർവ്യൂവിൽ നമ്മൾ എന്താണ് മെഷർ ചെയ്യണം. അങ്ങനെ മെഷർ ചെയ്യാത്ത പക്ഷം എന്താണ്, അത് നമുക്ക് ഭാവിയിൽ വലിയൊരു നഷ്ടമായിരിക്കും അത് ഉണ്ടാക്കി വെക്കുക. അപ്പൊ അതുകൊണ്ട് അക്കൗണ്ടിങ് പീരീഡ് കൺസിഡർ, അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് ഒക്കെ നമ്മൾ പെർട്ടിക്കുലർ പീരീഡ് എന്താണ്
അപ്പോൾ 10, 15, 100 വർഷത്തേക്കൊക്കെ പോകുന്ന ബിസിനസ്സിനെ നമ്മൾ അത്രയും കാലം കഴിഞ്ഞ് ഇവാലുവേറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നഷ്ടത്തിലേക്കായിരിക്കും നയിക്കുക. അപ്പൊ അതുകൊണ്ട് ഇതിനൊക്കെ ഒരു ഇയർ വൈസ് എന്ത് ചെയ്യണം, നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്ത് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കണം. ഓക്കെ, അതാണ് അക്കൗണ്ടിംഗ് പീരീഡ് കൺസെപ്റ്റിൽ പറയുന്നത്. നോക്കൂ, ദ അക്കൗണ്ടിംഗ് പീരീഡ് കൺസെപ്റ്റ് ഡിവൈഡ് ദി ലൈഫ് ഓഫ് എ ബിസിനസ് ഇൻ ടു ഡിസ്റ്റിങ്ക്ട് ആൻഡ് കോൺസിക്യൂട്ടീവ് ടൈം പീരീഡ് സച്ച് ആസ് മന്ത്, ക്വാർട്ടർ, ഇയർ ഫോർ റിപ്പോർട്ടിംഗ് പർപ്പസ്. അപ്പോൾ അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ റിപ്പോർട്ടിംഗ് പർപ്പസിന് വേണ്ടി നമ്മൾ ഇന്ന് അക്കൗണ്ടിംഗ് ബിസിനസിന്റെ ലൈഫിനെ നമ്മൾ ഒരു പെർട്ടിക്കുലർ പീരീഡിലേക്ക് അതിനെ ഡിവൈഡ് ചെയ്ത് ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. ദിസ് പ്രിൻസിപ്പിൾ അലോ ഫോർ ദ ടൈംലി പ്രിപ്പറേഷൻ ആൻഡ് പ്രസന്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, enabling stakeholders to assess the business performance and financial position at a regular interval. It ensure comparability and consistency in financial reporting over time. ഞാൻ നേരത്തെ പറഞ്ഞു. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി എക്സാമ്പിൾ നോക്കി. ഫോർ എക്സാമ്പിൾ, a company prepare its finance statement at the end of each fiscal year to provide a summary of its annual performance. അപ്പം നമ്മൾ ഈ അക്കൗണ്ടിംഗ് പീരീഡ് കൺസെപ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോ വർഷത്തിന്റെയും ആ ഒരു ഫിസിക്കൽ ഇയർ, അക്കൗണ്ടിംഗ് ഇയറിന്റെ എൻഡിൽ നമ്മൾ ചെയ്യുന്നത് ഫിനാൻസ് സ്റ്റേറ്റ്മെന്റും ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. ആ ഫിനാൻസ് സ്റ്റേറ്റ്മെന്റും ബാലൻസ് ഷീറ്റും ഒക്കെ നോക്കിയിട്ടാണ് അല്ലെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കുന്നത്, കമ്പനിയുടെ പെർഫോമൻസും ഒക്കെ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പം അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, അക്കൗണ്ടിംഗ് പീരീഡ് കൺസെപ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ്. ക്ലിയർ. നെക്സ്റ്റ്, മാച്ചിങ് കൺസെപ്റ്റ്. മാച്ചിങ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാച്ചിങ്, റവന്യൂന്ന് എക്സ്പെൻസ് മാച്ച് ചെയ്യണം എന്നുള്ളതാണ് അതിൽ ചുരുക്കി പറഞ്ഞത്. നമുക്ക് നോക്കാം. നോക്കൂ, ദ മാച്ചിങ് കൺസെപ്റ്റ് റിക്വയർ ദാറ്റ് എക്സ്പെൻസ് ബി മാച്ച്ഡ് വിത്ത് ദ റവന്യൂ ദ ജനറേറ്റ് വിത്തിൻ ദി സെയിം അക്കൗണ്ടിംഗ് പീരീഡ്. അതായത് മാച്ചിങ് കൺസെപ്റ്റിൽ പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ എക്സ്പെൻസ് നമ്മുടെ റവന്യൂവും തമ്മിൽ ഒരു സെയിം അക്കൗണ്ടിംഗ് പീരീഡിൽ മാച്ച് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇവിടെ ഇതിനകത്ത് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു സാധനം വിൽക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ഇഫ് എ കമ്പനി സെൽ ഗുഡ്സ് ഇൻ ഡിസംബർ ബട്ട് ഇൻക്വയർ ദി എക്സ്പെൻസ് ഫോർ ദോസ് ഗുഡ്സ് ഇൻ നവംബർ, ബോത്ത് റവന്യൂ ആൻഡ് എക്സ്പെൻസ് ഷുഡ് ബി റെക്കോർഡ് ഇൻ ദി ഡിസംബർ ആക്യുറേറ്റ്ലി റിഫ്ലക്ട് പ്രോഫിറ്റബിലിറ്റി. അപ്പോൾ ഡിസംബറിലെ ലാഭം മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു സാധനം വിറ്റത് ഡിസംബറിലാണ്. ഓക്കെ, പക്ഷെ ആ വിറ്റ സാധനത്തിന്റെ എക്സ്പെൻസ് നമുക്കുണ്ടായത് ഏത് മാസമാണ്? നവംബറിലാണ്. ക്ലിയർ. പക്ഷെ നമ്മൾ അതിന്റെ റവന്യൂവും അതിന്റെ എക്സ്പെൻസും നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് ഏത് മാസത്തിൽ തന്നെ ആയിരിക്കണം? ഡിസംബർ മാസത്തിൽ തന്നെ ആവണം. അങ്ങനെ ആയാൽ മാത്രമേ നമുക്ക് അതിന്റെ പ്രോഫിറ്റബിലിറ്റി, നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ പീരീഡിലെ പ്രോഫിറ്റ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. ഡിസംബർ മാസത്തിൽ തന്നെ ആവണം എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്, നമ്മൾ ഇയർലി ആണല്ലോ. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഇയറിൽ എന്തായിരിക്കണം, അതിന്റെ എക്സ്പെൻസും അതിന്റെ ഇൻകവും ആ ഒരു പെർട്ടിക്കുലർ ഇയറിൽ തന്നെ റിഫ്ലക്ട് ചെയ്യുന്ന തരത്തിലായിരിക്കണം നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ കാണിക്കേണ്ടത്. അങ്ങനെ മാച്ച് ചെയ്യുന്ന രീതിയിൽ എടുത്താൽ മാത്രമേ നമുക്ക് എന്താണ് ആക്ച്വൽ പ്രോഫിറ്റ് നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ഇയറിൻ്റെത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, മാച്ചിങ് കൺസെപ്റ്റിൽ അതാ പറയുന്നത്. നമുക്ക് ഈ പെർട്ടിക്കുലർ പീരീഡിൽ ഇൻകത്തിനോട് മാച്ച് ചെയ്യുന്ന തരത്തിൽ ആ പെർട്ടിക്കുലർ പീരീഡിലെ എക്സ്പെൻസിനെയും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ റെക്കോർഡ്സിൽ കാണിക്കണമെന്നാണ് ഈ മാച്ചിങ് കൺസെപ്റ്റിൽ പറയുന്നത്. ഓക്കെ, വായിച്ചു നോക്കാം. The matching concept require that expense be matched with the revenue they generate within the same accounting period. The principle ensure that income and related costs are recorded in the same period, providing a clear and accurate picture of the business profitability. It helps in accurately determining the net income for given period by aligning revenues with the expense incurred to generate them. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് അതിനകത്ത് പറയുന്നത്. അതായത് നമ്മുടെ കൃത്യമായിട്ടുള്ള പ്രോഫിറ്റ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ റവന്യൂവും അതുപോലെ തന്നെ അതുകൊണ്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസിനെ നമ്മൾ ആ സെയിം അക്കൗണ്ടിങ് പീരീഡിൽ തന്നെ നമ്മൾ റെക്കോർഡ് പർപ്പസിന് എടുക്കണം. അങ്ങനെ എടുത്താൽ മാത്രമേ നമുക്ക് ഒരു ക്ലിയർ പിക്ചർ നമുക്ക് അതിൽ നിന്ന് കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് കൺസെപ്റ്റ്, കൺസർവേറ്റിസം കൺസെപ്റ്റ്. എന്താണ് കൺസർവേറ്റിസം കൺസെപ്റ്റ്? കൺസർവേറ്റിസം കൺസെപ്റ്റ് പറയുന്നത് എന്താണ്? The conservatism concept advice caution in financial reporting require business to recognize expense and liabilities as soon as they are reasonably possible, but to only recognize revenue and asset when they are assured. This principle prevent the overstatement of financial health by ensuring that potential losses are accounted for promptly while gains are not anticipated. It aims to provide prudent and realistic view of the business financial situation. അതായത് ഇവിടെ പറയുന്നത് കൺസർവേറ്റിസം കൺസെപ്റ്റ് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഒരു ബിസിനസ്സിന് വരാൻ സാധ്യതയുള്ള എല്ലാ എക്സ്പെൻസുകളും നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. ഓക്കെ, ഒരു ബിസിനസ്സിന് വരാൻ സാധ്യതയുള്ള എല്ലാ ട്രാൻസാക്ഷനെയും നമ്മൾ മുൻകൂട്ടി കണ്ട് റെക്കോർഡ് ചെയ്യണം. ക്ലിയർ. പക്ഷേ ആ ബിസിനസ്സിന് വരാൻ സാധ്യതയുള്ള ഇൻകം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒന്നിനും റെക്കോർഡ് ചെയ്യരുത്. അപ്പൊ ഇതുകൊണ്ടുള്ള ഗുണം എന്താണ്? ഇതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ ഹെൽത്ത്, നല്ല നിലനിൽപ്പിനാണ് നല്ലത്. കാരണം എന്താണ്,
ഇല്ലാത്ത കുറെ ഇൻകംസ് വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടൊക്കെ അതിനെ ഇപ്പൊ തന്നെ ഇൻകം ആയിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ബാഡ് അപ്റ്റേക്ക് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാതാവുകയും അത് ബിസിനസിനെ ബാഡ് ആയിട്ട് എഫക്ട് ചെയ്യുകയും ചെയ്യും. പക്ഷെ എന്താണ്, വരാൻ സാധ്യതയുള്ള എല്ലാ ലോസിനും നമ്മൾ മുൻകൂട്ടി കാണിച്ചിട്ട് അതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടാണ് നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അത് ബിസിനസിനെ ഒരു പക്ഷെ എന്താണ് ഉയർച്ചയിലേക്കാണ് നയിക്കുക. അപ്പൊ കൺസർവേറ്റിസം കൺസെപ്റ്റ് പ്രകാരം പറയുന്ന ഇത്രയേ ഉള്ളൂ, വരാൻ സാധ്യതയുള്ള എല്ലാ എക്സ്പെൻസുകളും ലോസസിനെയും നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനെ നമ്മൾ റെക്കോർഡ് ചെയ്യണം. ഓക്കെ. എന്നാൽ ഈ ഇൻകത്തിന്റെ കേസിൽ നമ്മൾ അങ്ങനെ വരാൻ സാധ്യതയുള്ളത് നോക്കിയിട്ട് റെക്കോർഡ് ചെയ്യുക. അത് ആക്ച്വലി ഇൻകം ആയതിനു ശേഷം മാത്രമേ അതിനെ റെക്കോർഡ് ചെയ്യാൻ എടുക്കാൻ പാടുള്ളൂ എന്നാണ് കൺസർവേറ്റിസം കൺസെപ്റ്റ് പറയുന്നത്. ഇതിനെ തന്നെ പ്രുഡൻസ് പ്രിൻസിപ്പിൾ എന്നുള്ള രീതിയിലും ഇതിനെ പഴയ കാലത്ത് പ്രുഡൻസ് പ്രിൻസിപ്പിൾ എന്നാണ് ഇതിനൊക്കെ വിളിച്ചിരുന്നത്, ഈ ടൈമിനെ വിളിച്ചിരുന്നത്. അപ്പൊ അതിനെ പ്രുഡൻസ് പ്രിൻസിപ്പിൾ എന്ന് ചോദിച്ചാൽ സെയിം തന്നെയാണ് കേട്ടോ. എന്താണ് പ്രുഡൻസ് പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ കൺസർവേറ്റിസം കൺസെപ്റ്റ് തന്നെയാണ്. അതായത് ഇൻകം മെഷർ ചെയ്യുന്ന സമയത്ത് ആക്ച്വൽ റെസിപ്റ്റ് നടക്കണം, എക്സ്പെൻസിന്റെ സമയത്ത് എന്താവണം, അവിടെ എന്താണ് പോസിബിലിറ്റി ഉണ്ടായാൽ തന്നെ അത് എന്ത് ചെയ്യണം, നമ്മൾ റെക്കോർഡ് ചെയ്യണം. അല്ലെങ്കിൽ എന്താണ് ലോസിന്റെ ഒരു പോസിബിലിറ്റി കണ്ടു കഴിഞ്ഞാൽ അത് നമ്മൾ റെക്കോർഡ് ചെയ്യണം. പക്ഷെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കേസ് ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു കൺസ്യൂമർ കോർട്ടിൽ ഒരു കേസ് നടക്കുന്നുണ്ട്. ആ കേസിന്റെ വിധിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, ഒരു 5 ലക്ഷം രൂപ നമ്മുടെ കമ്പനി നഷ്ടപരിഹാരമായിട്ട് കൊടുക്കേണ്ടി വരും. ക്ലിയർ? അപ്പൊ അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളിപ്പോ തന്നെ അത് നമ്മുടെ എക്സ്പെൻസ് ലയബിലിറ്റി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കാണിക്കണം. ഓക്കെ, വിധി ആവാൻ കാത്തിക്കേണ്ട ആവശ്യമില്ല എന്നാ പറയുന്നത്. പക്ഷെ നോക്കി നിങ്ങൾ അതിന് പകരം എന്താണ്, കൺസ്യൂമർ കോർട്ട് പ്രകാരം വിധിയായിട്ട് നമുക്ക് ഇങ്ങോട്ട് കിട്ടാനാണെന്ന് വിചാരിക്കുക. പക്ഷെ അത് വിധി ആയിട്ട് നമ്മൾ എന്ത് കാണിച്ചാൽ മതി, ആ ഇൻകം ആയിട്ട് കാണിച്ചാൽ മതി. ഓക്കെ, അല്ലാതെ കാണിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ കിട്ടാനുള്ളതിന് നമ്മൾ കിട്ടിയതിനു ശേഷം കാണിക്കുക, കൊടുക്കാനുള്ളത് നേരത്തെ തന്നെ കാണിക്കുക എന്നുള്ളതാണ് കൺസർവേറ്റിസം കൺസെപ്റ്റിൽ പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് കൺസിസ്റ്റൻസി കൺസെപ്റ്റ് നോക്കുക. കൺസിസ്റ്റൻസി കൺസെപ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്ന സമയത്ത് ആ മെത്തേഡിന് എന്താണ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡാണ് ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ കമ്പനി ഫോളോ ചെയ്യുന്നതായിരിക്കാം. അടുത്ത വർഷം പോയിട്ട് അതിന് എന്താക്കാൻ പറ്റില്ല, അതിന് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ നിന്നും എന്താക്കാൻ പറ്റില്ല, സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിലേക്ക് മാറാൻ പറ്റില്ല. നമ്മളൊരു മെത്തേഡ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മെത്തേഡ് തന്നെ നമ്മൾ തുടർച്ചയായിട്ട് അങ്ങോട്ട് എന്ത് ചെയ്യണം, ഫോളോ ചെയ്ത് പോകണം. അതാണ് കൺസിസ്റ്റൻസി കൺസെപ്റ്റിൽ പറയുന്നത്. ഓക്കെ. കൺസിസ്റ്റൻസി കൺസെപ്റ്റ് മാൻഡേറ്റ് ദ യൂസ് ഓഫ് ദി സെയിം അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ ആൻഡ് മെത്തേഡ് ഫ്രം പീരീഡ് ടു പീരീഡ്. ആ പീരീഡ് ടു പീരീഡ് അത് തന്നെ നമ്മൾ ഫോളോ ചെയ്ത് പോകണം എന്നാണ് കൺസിസ്റ്റൻസി കൺസെപ്റ്റിൽ പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. നെക്സ്റ്റ് ഫുൾ ഡിസ്ക്ലോസർ കൺസെപ്റ്റ് ആണ്. ഫുൾ ഡിസ്ക്ലോസർ കൺസെപ്റ്റ് എന്താ നോക്കുക. ഫുൾ ഡിസ്ക്ലോസർ കൺസെപ്റ്റ് റിക്വയർ ദാറ്റ് ഓൾ റെലവന്റ് ആൻഡ് നെസസറി ഇൻഫർമേഷൻ ടു ബി ഡിസ്ക്ലോസ്ഡ് ഇൻ ദി ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് അക്കമ്പനിങ് നോട്ട്. അതായത് ഫിനാൻസ് സ്റ്റേറ്റ്മെന്റിൽ എല്ലാ റെലവന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഡിസ്ക്ലോസ് ചെയ്യണം. അതായത് നമുക്ക് വരാൻ സാധ്യതയുള്ള നഷ്ടത്തെക്കുറിച്ചും കേസുകൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചും അങ്ങനെയുള്ള എല്ലാ കാര്യത്തിനെ കുറിച്ചും എന്ത് ചെയ്യണം, നമുക്കൊരു നോട്ട് ആയിട്ട് എന്ത് ചെയ്യണം, ബാലൻസ് ഷീറ്റിനകത്ത് കാണിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യണം, താഴെ നോട്ടായിട്ട് കാണിക്കണം. അപ്പൊ കണ്ടിൻജന്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മൾ താഴെ നോട്ടായിട്ട് കാണിക്കാറുണ്ട്. എന്താ അതിനർത്ഥം, നമുക്ക് ഇപ്പൊ ലയബിലിറ്റി ആയിട്ടുള്ള ഭാവിയിൽ ലയബിലിറ്റി ആവാൻ സാധ്യതയുള്ള ഐറ്റംസ് ആണ്. അപ്പൊ അതുപോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ, നമ്മൾ ഈ വിവരങ്ങളൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ മനസ്സിലാവുന്ന തരത്തിൽ അത് നോട്ടായിട്ട് കാണിക്കേണ്ടതുണ്ട്. അപ്പൊ എല്ലാ കാര്യങ്ങളും മെറ്റീരിയൽ ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും നമ്മൾ കമ്പനി എന്ത് ചെയ്തിരിക്കണം, ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഡിസ്ക്ലോസ് ചെയ്യണം. അതാണ് ഫുൾ ഡിസ്ക്ലോസർ കൺസെപ്റ്റിൽ പറയുന്നത്. അടുത്താണ് മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ്. മെറ്റീരിയാലിറ്റി കൺസെപ്റ്റിൽ പറയുന്നത് എന്താണ്, നമുക്ക് ഓരോ ബിസിനസ്സിനും മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു സ്മോൾ സ്കെയിൽ ബിസിനസ് സംബന്ധിച്ചോളം എന്താണ്, ഒരു 100 രൂപയുടെയും 500 രൂപയുടെ ട്രാൻസാക്ഷൻ ഒക്കെ മെറ്റീരിയൽ ട്രാൻസാക്ഷൻ ആയിരിക്കും. അവർ അത് റെക്കോർഡ് ചെയ്യണം. ഓക്കെ. എന്നാൽ ഒരു വൻകിട സ്ഥാപനത്തിനെ സംബന്ധിച്ച് ചിലപ്പോൾ 100 രൂപയുടെ 50 രൂപയുടെ ട്രാൻസാക്ഷന് ഒരുപാട് സമയം കളയേണ്ട ആവശ്യമില്ല. അതായത് എല്ലാവരും കൂടി അതൊക്കെ പെറ്റി ട്രാൻസാക്ഷൻ ആണ്, അത് പെറ്റി ട്രാൻസാക്ഷന്റെ റെക്കോർഡിൽ എഴുതിയാൽ മതി. എന്നാൽ എന്താണ്, വലിയ ബിസിനസ് സംബന്ധിച്ചിടത്തോളം, ചെറിയ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, 100 രൂപ 500 രൂപയൊക്കെ അവരുടെ മെയിൻ ട്രാൻസാക്ഷൻ തന്നെ ആയിരിക്കും. അപ്പൊ അവർ അതിന്റെ മെയിൻ ട്രാൻസാക്ഷൻ ആയിട്ട് തന്നെ അതിനെ റെക്കോർഡ് ചെയ്യണം. അപ്പോൾ ഓരോരോ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മെറ്റീരിയൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ എന്താണ്, അത് കൃത്യമായിട്ട് അവർ റെക്കോർഡ് ചെയ്താൽ മതി. അതായത് ഇറലവന്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഒന്നും അവർ അങ്ങനെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞു, അപ്പോൾ ഓരോ സ്ഥാപനത്തിന്റെ നേച്ചർ അനുസരിച്ചാണ് മെറ്റീരിയൽ അല്ലാത്തതൊക്കെ തീരുമാനിക്കപ്പെടുന്നത്. ഓക്കെ. അപ്പൊ അത് അതിന്റെ അടിസ്ഥാനത്തിൽ ആണ് നമ്മൾ തീരുമാനിക്കപ്പെടുന്നത് മനസ്സിലാക്കാം. മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അതായത് ട്രാൻസാക്ഷൻസിന്റെ അല്ലെങ്കിൽ അതായത് ബിസിനസിന്റെ സ്വഭാവത്തിനും നേച്ചറിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണം, മെറ്റീരിയൽ ആയിട്ട് ട്രാൻസാക്ഷനെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യണം. മെറ്റീരിയൽ ട്രാൻസാക്ഷൻ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യാൻ നമ്മൾ ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ് മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ് പറയുന്നത്. അതിനെ മാത്രം നോട്ട് ചെയ്താൽ മതി എന്നുള്ളതാണ്. നോക്കൂ, this principle ensure that important details which could affect the financial understanding or decision of stakeholder are not omitted. It focuses on the relevance and significance of information, ensuring that the finance statement provide a true and fair view of the business status. അതായത് ഒരു മാനേജ്മെന്റിന്റെ ഒരു ബിസിനസിന്റെ
ഡിസിഷൻ മേക്കിങ്ങിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ഒമിറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുകയാണ് ഈ കൺസെപ്റ്റിന്റെ പ്രത്യേകത. അതാണ് മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇതിൽ നോക്കാനുള്ളത്. ഇനി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ അതോടും കൂടി നമ്മുടെ ഭാഗം ഇവിടെ തീരാണ്. ഓക്കെ, അപ്പൊ ഞാനത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്താ ജസ്റ്റ് ഒന്ന് പറയാം. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നമുക്ക് അറിയാമല്ലോ. എന്താ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്? ഒരു കോമൺ ആയിട്ട് അല്ലെ, ബിസിനസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിങ് വർക്ക് കോമൺ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിൽ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? അക്കൗണ്ടിങ് വർക്ക് ഒരേപോലെ ആയിരിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എല്ലാവരും പാലിക്കേണ്ട കുറച്ച് നിയമങ്ങളും റെഗുലേഷൻസും ഉണ്ട്. അതിനെയാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ആ നോട്ട്സ് ഞാൻ അയച്ചു തരുന്നുണ്ട്, അതൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇതാണ് അതിന് ചുരുക്കം. ഓക്കെ, ഇന്ത്യയിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ, അവരുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ASB എന്ന് പറയും, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ്, അവരാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എല്ലാം എന്ത് ചെയ്യുന്നത്, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതാണ് പഠിക്കേണ്ടത്. ഓക്കെ, പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന് ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അത് യൂണിഫോമിറ്റി ഇൻ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, അതായത് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ചെയ്യുന്ന സമയത്ത് ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആവശ്യമാണ്. പിന്നെ എൻഹാൻസിങ് ട്രാൻസ്പെറൻസി, ഫെസിലിറ്റേറ്റിംഗ് കമ്പാരബിലിറ്റി, റെഡ്യൂസിങ് മാനിപ്പുലേഷൻ, കളവുകൾ, ഫ്രോഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇല്ലാതാക്കാൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. അതിന് അക്കൗണ്ടിങ് ഒരു സ്റ്റാൻഡേർഡ് നിർബന്ധമാണ്. ദെൻ സപ്പോർട്ട് ഡിസിഷൻ മേക്കിംഗ്, റെഗുലേറ്ററി നിയമപരമായിട്ടുള്ള എന്താണ് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിക്കണം അതിന്. പിന്നെന്താണ്? ഇംപ്രൂവിങ് ഓഡിറ്റ് ക്വാളിറ്റി, ഓഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത്, ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചെയ്തിട്ടുള്ള വർക്ക് ക്രോസ് ചെക്ക് ചെയ്യണം. അപ്പൊ ക്രോസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ്, അത് കറക്റ്റ് ആണോ എന്ന് ഉറപ്പ് വരുത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവർ കൃത്യമായിട്ട് നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ നമ്മൾ നിയമങ്ങൾ കാണാമല്ലോ. ഓക്കെ, അപ്പൊ അതിനൊക്കെ സപ്പോർട്ടിങ് എന്താണ്, ഇംപ്രൂവിങ് ഓഡിറ്റിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാന്. പിന്നെ ഫെസിലിറ്റേറ്റിംഗ് ഇന്റർനാഷണൽ ട്രേഡ്, അസിസ്റ്റിംഗ് ഇൻ ടാക്സുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ. അപ്പൊ ഇതിനൊക്കെ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ എന്ത് വേണം? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നമുക്ക് ആവശ്യമാണ് എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ഈ ഒരു യൂണിറ്റിന് വേണ്ടിയിട്ട് ഒരു ദിവസം കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ജസ്റ്റ് വായിച്ചു നോക്കുക. നിങ്ങൾ വളരെ ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡബിൾ ആവുന്ന രീതിയിലാണ് ഞാൻ നോട്ട് ഇവിടെ നൽകിയിട്ടുള്ളത്. ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. പിന്നെ അക്കൗണ്ടിങ് അസംഷൻ ആൻഡ് പോളിസീസ് ആസ് പെർ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന്റെ ഒരു ലിസ്റ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇത് ജസ്റ്റ് നിങ്ങൾ പേരുകൾ, 20 സ്റ്റാൻഡേർഡ് ഉണ്ട്, 20 സ്റ്റാൻഡേർഡ്സിന്റെ പേരും നിങ്ങളുടെ മെറ്റീരിയൽസിൽ തന്നെ തന്നിട്ടുണ്ട്. ആ പേരുകൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ഇമ്പോർട്ടൻ്റ് ആയ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ ഒരു 10-15 നോക്കി വെച്ചാൽ മതി. നിങ്ങളൊരു essay ക്വസ്റ്റ്യൻ ഒക്കെ എഴുതുന്ന സമയത്ത് അതിനകത്ത് എഴുതാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് അത്ര അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു യൂണിറ്റിൽ. നമ്മൾ മൊത്തം യൂണിറ്റ് ഇന്നത്തോടു കൂടി കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ബേസിക് ചാപ്റ്റർ ആണ്, ഓൺലി എന്താണ് ഓവർവ്യൂ ആണ്, അക്കൗണ്ടിങ്ങിന്റെ ഓവർവ്യൂ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പം കൂടുതലായിട്ട് നിങ്ങൾ ഇതിനകത്ത് ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ കൺസെപ്റ്റുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഓരോ മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ് എന്താണ്, ഫുൾ ഡിസ്ക്ലോസർ കൺസെപ്റ്റ് എന്താണ്, അത്തരം കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് നന്നായിട്ട് നോക്കുക എന്നുള്ളതാണ്. പിന്നെ അക്കൗണ്ടിങ്ങിന്റെ ബേസിക് ടേംസുകളൊക്കെ ഒന്ന് നന്നായിട്ട് നോക്കി വെക്കുക. അത് ചിലപ്പോൾ അതിനൊക്കെ ഒരു 1 വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചാലോ എന്ന് നിലയ്ക്ക്. അല്ലാതെ നിങ്ങൾ ഇപ്പൊ ഈ സ്റ്റാൻഡേർഡുകളൊന്നും ഫുള്ളായിട്ട് കാണാതെ പഠിക്കേണ്ട ആവശ്യം, അതുപോലെ ജസ്റ്റ് ആ പേര് നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ, ആ പേര് ഫുള്ളായിട്ട് കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു എസ്സേയിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ഒരു 5 ഫോളോയിങ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്നുള്ള രീതിയിലൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ നമുക്ക്. ഈ നോട്ട് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഗ്രൂപ്പിൽ അയച്ചു തരണ്ട്. ഈ നോട്ട് വെച്ചിട്ട് പഠിക്കുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ യൂണിറ്റിന്റെ നോട്ട് വളരെ വലുതാണ്, അതിന് ചുരുക്കിയിട്ട് തന്നിട്ടുള്ളതാണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. ഇപ്പൊ പല ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് ഞാൻ റെഫർ ചെയ്തിട്ടാണ് ഈ നോട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ ICWയുടെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് എൻ്റെ കയ്യിൽ, അതുപോലെ തന്നെ +1 കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. എല്ലാം കൂടി കൂട്ടി ചേർത്തിട്ട് അതിൽ നിന്ന് നല്ല നല്ല എളുപ്പം ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള പോയിന്റ്സ് ചേർത്ത് ഉണ്ടാക്കിയ നോട്ടാണ്. എന്നാൽ ടെക്സ്റ്റ് ബുക്കിൽ അതനുസരിച്ചുള്ള പോയിന്റ്സ് എടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഇതിനനുസരിച്ച് നിങ്ങൾ നോട്ട് തയ്യാറാക്കുക. മറ്റേ മെറ്റീരിയൽ എന്തായാലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടല്ലോ. അപ്പം നോട്ട് തയ്യാറാക്കുന്ന സമയത്ത് ഞാൻ അയച്ചു തരുന്ന മെറ്റീരിയൽ വെച്ചിട്ട് തയ്യാറാക്കുക കേട്ടോ. അപ്പൊ ശരി, ബാക്കി നമുക്ക് നെക്സ്റ്റ് ഡേ നോക്കാം. ശരി.